ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോയിൽ വരികയാണ്. കാരണം വീട്ടിലോരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടെ ആയിട്ട് എനിക്ക് വീഡിയോ വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതായി. ഹസ്ബൻഡ് പെട്ടെന്ന് ഷോക്ക് വന്ന കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനും പിന്നെ മാസം കൊണ്ടുപോകാനും ഫിസിയോതെറാപ്പി കൊണ്ടുപോകാനും ആ കാരണം കൂടെ ഒക്കെ ആയിട്ട് അതൊരു കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഉമ്മാക്ക് തീരെ വയ്യാതായി. അപ്പോൾ ഉമ്മ ഒരു 4 മാസം ഉമ്മ പറ്റക്കിടപ്പിലായി. ഉമ്മാനെ നോക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം കൂടി ആയിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യലില്ല, നമുക്ക് അത്യാവശ്യം നമ്മൾ ഉമ്മാക്ക് ഹസ്ബൻഡിന് വയ്യാതാകുമ്പോൾ നമ്മളത് ഞാൻ നിർത്തിവെച്ചു. അപ്പോൾ എനിക്ക് ഒന്നാമത് ചെയ്യാൻ തോന്നിയില്ല. ഒരു വർഷമായി എൻ്റെ ഉമ്മ മരിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഞാൻ നല്ല വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പുഴ എന്ന് പറയും, തോട് എന്ന് പറയും. പക്ഷെ അത് എന്താ സംഭവിച്ചാൽ വേനലിലായാൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 4-4:30 മണിയാവുന്ന സമയത്ത് എല്ലാ പെണ്ണുങ്ങളും നിസ്കാരം കഴിഞ്ഞിട്ട് ഈ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ നല്ല സുഖമാണിത്. അപ്പോൾ നല്ല കാറ്റ് കൊള്ളും ചെയ്യുക. ചൂടിന് ഇപ്പോൾ നല്ല വെയിലാണ് ഇന്നത്തെ ഈ സമയത്ത്. അതിനകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ അയൽപക്കത്തുള്ള ആളൊക്കെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നീച്ച് പോകണമെങ്കിൽ 5-5:30-6 മണി ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് നീച്ച് പോകൽ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്താണ്. പരിസരങ്ങളൊക്കെ കണ്ടില്ല, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. കന്നുകാലികളൊക്കെ ഇവിടെ മേക്കാൻ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരും. ഇപ്പം മീൻ പിടിക്കാൻ വരുന്ന സമയങ്ങളാണുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ താറാവുകളുണ്ട്. ഇവരൊക്കെ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ചൂടല്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടി താറാവുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. താറാവിനെ കാണാൻ കുറേ ആളുകൾ വെള്ളത്തിൽ കിടക്കും. താറാവ് വെള്ളത്തിലുണ്ട്. പിന്നെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. പിന്നെ കന്നുകാലികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്ത് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. ചൂണ്ടലിക്കൊക്കെ ഇട്ടാണ് മീൻ പിടിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ചൂണ്ടലൊക്കെ ഇട്ട് മീൻ പിടിച്ചാൽ നല്ല കിട്ടുന്നുണ്ട്. കാരണം എന്താ പറയുക, ആൾക്കാർ പണ്ടൊക്കെ നാഞ്ഞളിനെ കൊടുക്കും, ഇപ്പോൾ അത് വേണ്ടല്ലോ. അതാ എനിക്ക് വീട് ശരിക്കും പിടിക്കാൻ പോയാ താറാവ് കണ്ടില്ലേ. താറാവ് ഇവർ വരും, എന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് വീട്ടിൽ താറാവാണ്. എൻ്റെ വീട്ടിൽ താറാവൊന്നുമില്ല. അപ്പോൾ അവർ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അവർ അവർ മീനെന്തെങ്കിലും കൊത്തി തിന്നാൻ കിട്ടും. അപ്പോൾ അതും അവർ കഴിക്കും. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ, കണ്ടില്ലേ. അതേപോലെ തന്നെ കോഴികൾ, ആ കോഴികൾ എൻ്റെ വീട്ടിലത്തെ കോഴികളാണ്. പഞ്ചായത്തിൽ നിന്ന് 5 കോഴികൾ കിട്ടിയതാണ്. അതിൽ 1 ചത്തു, 2 ബാക്കിയായി കിട്ടി. അൽഹംദുലില്ലാ. ഒന്ന് എന്താ പറയുക, ചേവലാണ്, 1 പിടക്കോഴിയാണ്. ഇൻഷാ അല്ലാഹ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ വീട്ടിൻ്റെ അയൽവാസികളാണ് ഇവരൊക്കെ. അതാ ചുറ്റുപാട് മതിൽ കിട്ടിയത്. പിന്നെ ഇവിടെ നല്ല നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പച്ചപ്പാണ്, നല്ല പച്ചപ്പാണ് ഇവിടെ, ഉണ്ടല്ലേ. ഇത് തോട് തന്നെയാണ്. തോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുഴയുടെ ഇങ്ങനെ വറ്റി വരണ്ടല്ലോ. അപ്പോൾ ഇതിന് നടുവിൽ എന്താ പറയുക, ഒരു നടുപുഴ എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ആ നടുപുഴയിലാണ് ഇപ്പോൾ നല്ല വേനലിൽ വെള്ളം നിൽക്കുന്നത്, കണ്ടില്ലേ. അതുകൊണ്ട് അതിൽ നിന്നാണ്, ആ തോട്ടിൽ നിന്നാണ് ആൾക്കാർ മീൻ പിടിച്ച് കൊണ്ടുപോകുന്നത്. അതിനാണ് ഈ നടുപ്പുഴയിൽ നിന്നാണ് ആൾക്കാർ മീൻ പിടിച്ച് കൊണ്ടുപോകുന്നത്. അത് ആമ്പലുണ്ട്, അത് കണ്ടോ, നല്ല ആമ്പല് മോനെ ആമ്പല് കൈ കൊണ്ട് പിടിക്ക്, കാണിച്ചു കൊടുക്ക്. പ്രഷർ കാണട്ടെ, അതൊക്കെ പ്രഷർ കാണട്ടെ, പിടിക്ക്, എത്തുമോ.
ആമ്പടി ഉണ്ടോ? ആമ്പടി ഇവിടെ നല്ല വർഷക്കാലത്ത് നല്ല നല്ല 2 തലയും ഇങ്ങനെ മുട്ടും. ഇത് ഇത് ഈ തല മുട്ടും. ഇത് കർത്തേരി പല്ലാറ്റെന്നൊക്കെ പറഞ്ഞ ഏരിയയാണിത്. പക്ഷേ മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ 2 തല നല്ല 4 മുകളിൽ വെള്ളം ഉണ്ടാവും. അന്ന് ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പം നിൽക്കുന്ന മാതിരിയൊന്നും. പക്ഷെ നല്ല അടിപൊളി കാറ്റാണ്. നല്ല കാറ്റാണ്. രാവും പകലും ഒരേപോലെ കാറ്റുണ്ടാവും. കാറ്റുള്ള സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ പാറിപ്പോവും. അമ്മായിട്ട് കാറ്റാണ്. ഇൻഷാ അല്ലാഹ്. അത് ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അത് ഇവിടെ നിന്നല്ല. അത് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ അപ്പുറത്തു നിന്നാണ് ട്രെയിൻ. എന്ന് കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. അപ്പോൾ ട്രെയിനിൽ പോകുന്ന ശബ്ദമാണ്. അപ്പോൾ പശുവിനെ കൊണ്ടു കെട്ടിന് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ആ മീൻ പിടിക്കുന്ന ആൾക്കാർ കാണിച്ചൊക്കെ എവിടെ പോയി കാണിക്കും. മീൻ പിടിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രേക്ഷകരെ നിങ്ങളാണ് ഞങ്ങളെ പ്രേക്ഷകർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവർക്കും പ്രേക്ഷകർ നിങ്ങളെ രക്ഷ ഞങ്ങൾക്കുള്ളത്. പ്രേക്ഷകർ നിങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്താൾ ഇവിടെ മീൻ പിടിക്കാൻ പോണത്. പൈന മടത്തില്ലേ?